നമസ്കാരം. മലയാളി മനസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാളി മനസ്സ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം, അതായത് 24/5/2026 ഞായറാഴ്ച രാത്രി ഏകദേശം 9:30 5ഓളം പേർ മദ്യപിച്ച് മതോന്മത്തരായി അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച ഒരു വീടിന്റെ മുന്നിലാണ്. ഈ വീട്ടില് 2 കുട്ടികളും ഭർത്താവും ഭാര്യയും പ്രായമായ ഒരമ്മയുമാണ് താമസിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവർ ഈ വീട്ടിലേക്ക് ആക്രമിച്ച് കയറാൻ ശ്രമിച്ചത്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? നമുക്ക് അതിന്റെ യഥാർത്ഥ ചരിത്രവും തേടി മലയാളി മനസ്സിന് മുന്നോട്ട് പോകാം. ഏതാണ്ട് 74 വയസ്സോളം പ്രായമായ വൃദ്ധയായ ഒരു അമ്മ താമസിക്കുന്ന വീടാണ് അവർ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് എന്ന് ഇതിന്റെ സത്യാവസ്ഥ ചോദിച്ച് മലയാളി മനസ്സ് ആ അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മയ്ക്ക് പ്രതികരിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥ ആയിട്ടില്ല. കാരണം ആ സ്ത്രീ അത്രയധികം ഭയപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ പ്രഷറിന് മരുന്ന് കഴിക്കുന്ന അവരുടെ പ്രഷർ കണ്ടമാനം ഉയരുകയും ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോവുകയും ചെയ്തു രാത്രി തന്നെ. മക്കളും ഭീതിയിലാണ്, ഭാര്യയും ഭീതിയിലാണ്. പിന്നെ ചെറുപ്പക്കാരൻ അവൻ എന്തിനേയും ഏതിനേയും ധൈര്യപൂർവ്വം നേരിടുന്നത് കൊണ്ടും നാട്ടുകാരെല്ലാം അവനെ പൊന്നുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടും അവൻ ഇതിൽ നടക്കുന്നു. അത്തരം കാര്യങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. എന്തിനു വേണ്ടിയാണ് അതിക്രമിച്ച് കയറിയത് എന്ന് ഇവിടുത്തെ നാട്ടുകാരോടും സുഹൃത്തുക്കളോടും വേണ്ടപ്പെട്ട അധികാരികളോടും ചോദിച്ചതിൽ നിന്ന് അല്പം ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറമ്പാത്തുപടി ഭാഗത്ത്, തിരുവാണിയൂർ പഞ്ചായത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പറമ്പാത്തുപടി ഭാഗത്ത് ഭയങ്കര കൊടുങ്കാറ്റ് വീശുകയും മഴ ശക്തമായി പെയ്യുകയും ചെയ്തു. ആ സമയത്ത് മരങ്ങൾ കടപുഴകി വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ നാമാവിശേഷമാകുകയും ആ നാട് മുഴുവൻ ഇരുട്ടിലാവുകയും ചെയ്തു. ഈ സമയം മരങ്ങൾ കടപുഴകി വീണത് മൂലം ആ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കാരണം മാമല പിറവം റോഡിൽ ഒരുപാട് യാത്രക്കാർ രാത്രികാലങ്ങളിലും സഞ്ചരിക്കുന്നതാണ്. ഈ വിവരമറിഞ്ഞ ആ പ്രദേശത്തെ മെമ്പർ സ്ഥലത്തെത്തുകയും ആ നാട്ടിലെ പഴുക്കാമറ്റം പള്ളിയിലെ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും ഒത്തൊരുമിച്ച് നിന്ന് ആ മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. എങ്കിലും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മാറ്റേണ്ടതുണ്ട്, ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതുമുണ്ട്. അതിനുവേണ്ടി പരിശ്രമങ്ങൾ തുറന്നുകൊണ്ടിരിക്കവെയാണ് ചില തർക്കങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നത്. 2018 പ്രളയം മുതൽ നമ്മുടെ ജനം തിരിച്ചറിഞ്ഞതാണ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയ മത ചിന്താഗതികൾക്ക് അതീതമായി എല്ലാ ജനങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്ന് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുമെന്ന്. പക്ഷേ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ പല രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കുക സ്വാഭാവികമാണ്. ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വഴിക്ക് പോകട്ടെ, പൊതുപ്രവർത്തകരുടെ വഴിക്ക് പോകട്ടെ. നാടിനെ സ്നേഹിക്കുന്നവർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകട്ടെ. പക്ഷേ മദ്യപിച്ച് മതോന്മത്തരായ 5ഓളം ആളുകൾ എന്തിന് ഈ വീട്ടിലേക്ക് കയറി വന്നു? ഈ അമ്മയെ ദുഃഖത്തിലാഴ്ത്തി, കൊച്ചുമക്കളെ പേടിപ്പിച്ചു. ഇവിടത്തെ സ്ത്രീയെ, വനിതയെ എപ്പോഴും സംരക്ഷിക്കണമെന്ന് ഉയർത്തിപ്പിടിച്ച് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗക്കാർ തന്നെ എന്തിന് ഈ വീട്ടിലേക്ക് ഇരച്ചു കയറി എന്നുള്ളതാണ് മലയാളി മനസ്സിന് ചോദിക്കുവാനുള്ളത്. അതിനെപ്പറ്റി കൂടുതൽ വിശദമായി പറയുന്നതിന് മുമ്പ് ഇവിടെ ആ സമയം തടിച്ചുകൂടിയ ജനങ്ങളിൽ ചിലർ പകർത്തിയ വീഡിയോ ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം. ഒരാളാണെന്ന് ഓരോരുത്തരെ പറഞ്ഞു ഇങ്ങനെ അറിയാലോ എന്നെ. ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിക്കുന്നവർ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുക സ്വാഭാവികമാണ്. ഇതിന്റെ മുന്നിൽ ഞാനാണെന്നറിയാൻ ആ നടക്കുന്ന സംഭവത്തിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന സംസ്കാരം മലയാളിക്ക് എക്കാലവും ഉള്ളതാണ്. കാരണം റോഡിൽ ഒരാൾ ആക്സിഡന്റ് പറ്റി പറഞ്ഞ് ജീവനോ മരണത്തോട് മല്ലടിക്കുമ്പോൾ ചോര വാർന്നു പോയി ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാതെ അതിനോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന സംസ്കാരവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം ചെയ്തോട്ടെ, ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. പക്ഷേ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അധികാരം നമ്മളുടെ ഏതൊരു പൗരനും ഇന്ത്യയിൽ നിലനിൽക്കെ നിയമം കയ്യിലെടുക്കുവാനുള്ള അധികാരം ആർക്കും ഗവൺമെന്റ് നൽകിയിട്ടില്ല എന്നിരിക്കെ എന്തിനാണ്
ഈ മദ്യപന്മാർ ഈ വീട്ടിലേക്ക് ഇരച്ചു കയറിയത്? ഏത് നാട്ടിലും ആ നാട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ, ആ നാട്ടിലുണ്ടാകുന്ന വിശേഷങ്ങൾ പരസ്പരം അറിയാൻ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലും, അതായത് വെണ്ണിക്കുളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെണ്ണിക്കുളം വാർത്തകൾ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ പറമ്പാത്തുപടിക്ക് മെമ്പറായിരിക്കുന്ന സ്ത്രീയെ പറ്റി വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒന്നും സഹകരിച്ചില്ല എന്നുള്ള രീതിയിലും അതിന്റെ പിതൃത്വം മറ്റു ചിലർക്കാണ് എന്നുള്ള രീതിയിലുമുള്ള വാർത്ത പ്രചരിപ്പിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഒരാളെ കുറ്റപ്പെടുത്തി മെമ്പർ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചപ്പോൾ മെമ്പർക്ക് നടപടിയെടുക്കുവാനുള്ള അധികാരമില്ല എന്നും നടപടിയെടുക്കുവാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിക്കും ആണ് എന്നുള്ളത് ഈ വീട്ടിലെ ചെറുപ്പക്കാരൻ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അധികാര സ്ഥാനങ്ങളില്ലാത്ത സാധാരണ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ ഇതിന്റെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നിയമം മുന്നിൽ വെച്ചുകൊണ്ട് അവരോട് സംസാരിച്ചു. പക്ഷേ ആളാവാൻ നോക്കിയവർക്ക് അതത്ര സുഖിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് അവർ മദ്യലഹരിയിൽ കടന്നു വന്നത്. 2020 എന്ന പാർട്ടിയുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോയ ഒരുപറ്റം ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷവും അതിനു മുൻകാലത്ത് വലതുപക്ഷവും ഭരിച്ചിരുന്ന ഈ തിരുവാണിയൂർ പഞ്ചായത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ 2020 എന്ന പാർട്ടിയെ അധികാരത്തിലെത്തി. ഈ ഭരണം നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ മലയാളി മനസ്സ് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഭരണം തുടങ്ങിയിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അവർ എങ്ങനെ ഭരിക്കും? അവർ നന്നായി ഭരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷെ എവിടെയും ഏത് നേതാവിനെയും ചീത്തയാക്കുന്നത് അധികാരത്തിലേറ്റാൽ അവരോടൊപ്പം ഒട്ടിനിന്ന് അവരാണ് ഈ നാടിന്റെ പ്രമുഖർ എന്ന് സ്ഥാപിക്കുവാൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ നാട്ടിലും സംഭവിച്ചത്. ഒരു ബെന്നി എബ്രഹാം എന്ന് പറയുന്ന 2020 അവന്റെ കൈവെള്ളയിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് 2020 ആയപ്പോൾ അവരെ ആരും ഉപദ്രവിക്കില്ല, എന്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് എന്ന അഹങ്കാരത്തിലാണ് മദ്യപിച്ച് മതോന്മത്തരായി ഈ വീട്ടിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ട 2020 തിരുവാണിയൂരിലെ അധികാരികളെ, നിങ്ങളോട് ഈ സമയം മലയാളി മനസ്സിന് ഒന്നേ പറയാനുള്ളൂ. മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകിയത് കേട്ടിട്ടാണ് ജനങ്ങൾ നിങ്ങൾ അധികാരത്തിലെത്തിയത്. പക്ഷേ ഇതുവരെയും സൂപ്പർ മാർക്കറ്റ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് സാധനങ്ങൾ നൽകുന്ന കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ ജനങ്ങൾ നിൽക്കുകയാണ്. ആ സമയത്ത് ഇത്തരം ഗുണ്ടാ വിളയാട്ടവുമായി നിങ്ങൾ ഇറങ്ങിയാൽ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഞാഞ്ഞൂലുകളുടെ വാക്കുകേട്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും കൂടെ ഇറങ്ങിയാൽ നാറുന്നത് നിങ്ങളായിരിക്കും, തെറ്റിദ്ധരിക്കപ്പെടുന്നത് നിങ്ങളായിരിക്കും, കുറ്റം കേൾക്കേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും, വെറുക്കപ്പെടുന്നത് നിങ്ങളായിരിക്കും. മലയാളി മനസ്സ് എപ്പോഴും പറയാനുള്ളത് പോലെ വാർത്താ റിപ്പോർട്ടിങ്ങിൽ മാത്രമല്ല, നാടിന്റെ പ്രശ്നങ്ങൾക്ക് നാട്ടുകാരോടൊപ്പം ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് രാഷ്ട്രീയം നോക്കാതെ ശബ്ദമുയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ബെന്നി എബ്രഹാം എന്ന് പറയുന്ന ഗുണ്ടയോട്, മദ്യപാനിയോട്, ആഭാസനോട് ഈ മലയാളി മനസ്സിന് ഒന്നേ പറയാനുള്ളൂ. ഇനി ഇതുപോലെ ഒരിക്കൽ കൂടി ചങ്കുറപ്പോടുകൂടി ഈ വീട്ടിലേക്കോ മറ്റേതെങ്കിലും വീട്ടിലേക്കോ കയറി ചെല്ലുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, ഏതോ ഒരു പടത്തിൽ മമ്മൂട്ടി പറയുന്നത് പോലെ മുണ്ടഴിച്ചു നിന്നിട്ട് വാഗ്ദാനങ്ങൾ പറയുവാനും വാക്കടിക്കാനുമല്ല, മുണ്ട് മടക്കി കുത്തുവാനും ജോസഫ് അലക്സിന് അറിയാമെന്ന് പറഞ്ഞതുപോലെ മലയാളി മനസ്സിന്റെ ടീമിനും അറിയാം, ഈ നാട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് ഇതൊരു ഭീഷണിയല്ല, ഇത് ഉറപ്പായ ചങ്കിൽ തൊട്ടുള്ള തീരുമാനമാണ്. അതുപോലെ തന്നെ 2020 അധികാരികളെ, നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അല്പം വൃത്തികെട്ട വാക്കെന്ന് ചിലർക്ക് തോന്നാം. തൂറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും. അതുകൊണ്ട് നിങ്ങളും നാറാതിരിക്കാൻ ഇത്തരം ആഭാസന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നല്ലൊരു വികസനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇതുപോലുള്ള നാട്ടുകാരുടെ പ്രശ്നങ്ങളുമായി മലയാളി മനസ്സ് വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.